ഹലോ ഗായ്സ്, അപ്പം ദി കോഞ്ചറിങ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടു. ഫൈനൽ ചാപ്റ്റർ ഓഫ് കോഞ്ചറിങ് എന്നാണ് ഇതിൻ്റെ അവസാനമായിട്ട് പറയുന്നത്. ഇനി അങ്ങോട്ട് കോഞ്ചറിങ് യൂണിവേഴ്സ് ഇല്ല, അങ്ങനത്തെ ഒരു എൻഡിങ്ങിലാണ് ഇത് പറയുന്നത്. പടം ഡയറക്റ്റഡ് ബൈ മൈക്കിൾ ചാവ്സ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം. ഇപ്പോൾ നമുക്കറിയാം കോഞ്ചറിങ് 1 ആയാലും 2 ആയാലും അതൊക്കെ ജെയിംസ് വോൺ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിലെടുത്ത് ഭംഗിയായിട്ട് തീർത്ത് വെച്ചൊരു പരിപാടിയാണ്. പിന്നെ അങ്ങോട്ട് തേർഡും പിന്നെ നണ്ണ് 2 ഒക്കെ ഡയറക്ടറാണ്. ഈ പുള്ളിക്കാരൻ തന്നെയാണ് തേർഡും ഫോർത്തും അതായത് ഇപ്പോൾ ഇറങ്ങിയ എല്ലാം എടുത്ത് ഇല്ലാണ്ടാക്കിയത്. മ്യൂസിക് ഡയറക്ടർ മ്യൂസിക്കും ഭയങ്കര ശോകമായിരുന്നു. മ്യൂസിക് ഡയറക്ടർ ഇതിൽ ബെഞ്ചമിൻ, ഭയങ്കര ശോകം. കോഞ്ചറിങ്ങിലൊക്കെ മ്യൂസിക് ചെയ്തത് ജോസഫ് ബിസറോ. അല്ലെങ്കിൽ വേറെ റേഞ്ച് സാധനം. നണ്ണ് 1ൻ്റെ മ്യൂസിക് സെയിം ജോസഫ് ബിസറായിരുന്നു. അതൊക്കെ റേഞ്ച് സാധനം വരും. നമുക്ക് അപ്പം തന്നെ ഒരു നല്ലപോലെ നമുക്കൊന്ന് ഒരു 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 പേടി തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നും തോന്നൂല. നമുക്കൊരു ഒരു സ്റ്റോറി നല്ല രസമുണ്ട്. അതായത് ലോറയുടെ മോളെ പറ്റിയാണ് കൂടുതൽ കാണിക്കുന്നത്. അവർക്കൊരു ലവ് വരും, അവരുടെ സംസാരിക്കുന്നതും കുറേ. പക്ഷേ അങ്ങനെ വെറുപ്പിലൊന്നുമില്ല, ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, അതൊക്കെ നല്ല ക്ലാസ് സാധനം. പിന്നെ ആ സ്റ്റോറിയിലേക്ക് അങ്ങ് ഓവറായിട്ട് അങ്ങ് പോകും. മെയിൻ സ്റ്റോറിയിലേക്ക് ഇറങ്ങണമെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് വന്നാലേ മെയിൻ സ്റ്റോറിയിലേക്ക് ഇറങ്ങി എല്ലാം നടക്കത്തുള്ളൂ. ജംപ് സ്കെയറിംഗ് ആയിട്ട് ഒന്നുമില്ല, 2 ജംപ് സ്കെയറിംഗ് ഒക്കെ ഉള്ളൂ. പിന്നെ ഒരു സുഖമില്ല, ഒരു കട്ടയ്ക്ക് ഹൊറൊന്നുമില്ല. പിന്നെ അവസാനം ഒരു ട്രിബ്യൂട്ട്, അതിൽ നമ്മളെ ജെയിംസ് വോൺ കോഞ്ചറിങ് 1ലെ ക്യാരക്ടർ, 2ലെ ക്യാരക്ടർ, 3ലെ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഇവരുടെ പുള്ളിക്കാരുടെ എഡ്വിൻ ലോറയുടെ വെഡ്ഡിങ്ങിന്. പിന്നെ ഇതൊരു ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഫസ്റ്റ് കേസും ലാസ്റ്റ് കേസും ഈ ഒരു പാട്ടിലാണ് പറയുന്നത്, കാണിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സാണ്, ഒരു മിററിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഒരു വീട്ടിലിങ്ങനെ ഇവരെ കൊന്നത്, ഇവർ മേർഡർ ചെയ്തു. 2 പിള്ളേരോ അങ്ങനെ കുറേ പേര് മേർഡർ ചെയ്ത് അങ്ങനത്തെ ഒരു സാധനമാണ് സംഭവം. പക്ഷേ അത് കൊള്ളാം. ആ സ്റ്റോറി ഫസ്റ്റ് ഹാഫ് അടിപൊളി. അതായത് എഡ്വിൻ ലോറയുടെ ചെറുപ്പം അത് വ്യക്തമായിട്ട് അടിപൊളി. അതായത് ഓവർ AI ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് വേറെ ആൾക്കാരെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു AIയും കൊണ്ടുവന്ന് മോഹവും മാറ്റി ഡബ്ബിങ്ങും ചെയ്ത് ഇല്ലാണ്ടാക്കിയാണ്. അത് മാന്യമായിട്ട് വേറെ ആ പഴയ ക്യാരക്ടറിന് പറ്റിയ വേറെ ആളെ വെച്ച് നല്ല ക്ലീനും അതേ സമയം അതേ ഒരു മുഖഛായക്കുള്ള ആളെ കൊണ്ട് വ്യക്തമായിട്ട് വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ സമ്മതിച്ചു കൊടുത്തു. ചുമ്മാ AI റിസ്ക് ഒന്നും എടുക്കാതെ മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം വർക്കൗട്ടായിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷേ ഇത് ലാസ്റ്റിനായിട്ടുള്ള ഒരു ഗുമ്മൊന്നും എനിക്ക് തോന്നിയില്ല. ആ 2 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. 1ഉം 2 ഒക്കെ നൈസ്. 1 ടോപ്പിൽ വരും, സെക്കൻഡ് 1ൻ്റെ ശകലം കൂടെ താഴോട്ട് വരും. കാരണം 2ലെ സ്റ്റോറി ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. 2ലെ സ്റ്റോറി അവസാനത്തെ ആ ട്വിസ്റ്റൊക്കെ പോകുന്നതൊക്കെ അടിപൊളി സാധനമാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഹെവിയാണ്. നണ്ണിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഹെവി സാധനമാണ്. ഇതിൽ അത്രയ്ക്കൊന്നും പോയിട്ടില്ല പരിപാടി. എനിവേസ് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് അല്ല ഈ പടത്തിൽ. ചുമ്മാ ഒരുമാതിരി ഒരു മേക്കിംഗ് അടിപൊളി, ക്യാമറ വർക്കൊക്കെ അബ്സല്യൂട്ട്ലി അമേസിങ്, ഒന്നും പറയില്ല. ഒരു സ്കെയറി മൂമെൻറ്റ്സ് ഒന്നും ഇല്ല, അത്രയ്ക്ക് പറയാനൊന്നുമില്ല. അതൊക്കെ ജെയിംസ് വോൺ തന്നെ ഇനി കൊണ്ടുവരണം, വേറെ വഴിയില്ല. ഓക്കെ, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ബൈ.